ഞങ്ങളോട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കും, സാറേ പാർക്കിംഗ് ചെയ്യാൻ അറിയത്തില്ല, അതിൻ്റെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോയെന്ന് ചോദിക്കും. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് ഓടുന്ന പോലെ തന്നെ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ മിറർ നോക്കുക, ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ നോക്കി എടുക്കുക. അല്ല അതിനൊരു പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ സാഹചര്യം അനുസരിച്ച് പെരുമാറുന്നത്. ഇപ്പം നമുക്ക് നല്ല കൂട്ടുകാരുമുണ്ട്, ചള്ളു കൂട്ടുകാരുമുണ്ട്. നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേ രീതി തന്നെ പാർക്കിംഗ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു ടിപ്സ് പറഞ്ഞു കൊടുത്ത് അത് അവിടെ പാർക്ക് ചെയ്ത്, ഇപ്പോൾ ഒരു മാളിലാണെങ്കിൽ ചിലപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് അടുത്തത് കിട്ടുന്ന ഒരു പാരൽ പാർക്കിംഗ് ആണ്, ഇതൊരു ബോക്സ് പാർക്കിംഗ് കിട്ടിയത്. അതാണ് പറഞ്ഞാൽ നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് സ്പീഡിൽ ഓടിക്കുന്ന ആളൊന്നും ഡ്രൈവറല്ല, അതേപോലെ അലസമായിട്ട് ഓടിക്കുന്ന ആളൊന്നും ഡ്രൈവറല്ല. ഒരുപാട് പേര് പറയും സ്പീഡിൽ ഓടിച്ച നല്ലൊരു ഡ്രൈവർ. ഒരിക്കലും അല്ല. സ്പീഡിൽ ഓടിക്കുന്ന എങ്ങനെ നല്ല ഡ്രൈവറാകും? ഒരിക്കലും പറ്റത്തില്ല. നമ്മളെല്ലാ സാഹചര്യവും തരണം ചെയ്ത് ഓടിക്കുന്നയാളാണ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ക്ഷമ വേണം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ഒരാൾ വന്ന് വട്ടം ചാടുമ്പോൾ അയാളെ ചീത്ത വിളിക്കുകയോ അയാളെ തെറി പറയുകയൊന്നും ഡ്രൈവറിന് നല്ലൊരു ശീലമല്ല. അപ്പം നമ്മൾ എത്രയെല്ലാം ടെൻഷൻ ഉണ്ടെങ്കിലും ഡ്രൈവിങ്ങിൽ വരുമ്പോൾ ആ ടെൻഷനെല്ലാം മാറ്റി വെക്കുക. നമുക്കൊരു നല്ലൊരു ഡ്രൈവർ ആകാൻ പറ്റും. അപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലും വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരിക്കും. ഈ ഒരു ക്ലൈൻറ്റിന് ഹെയർ പിൻ വളവായിരുന്നു.